റവന്യൂ മന്ത്രി കെ.പി. രാജേന്ദ്രനെതിരെയുള്ള വിമത ശബ്ദം മുളയിലെ നുള്ളാൻ പാർട്ടി നേതൃത്വം കെ.പി. രാജേന്ദ്രനെ ഒറ്റപ്പെടുത്തില്ലെന്ന് പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി കെ. ഇസ്മയിലും തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് പരാതിയുണ്ടെങ്കിൽ പാർട്ടി വേദിയിലാണ് പറയേണ്ടതെന്ന് സി. ദിവാകരനും പ്രതികരിച്ചു. റവന്യൂ മന്ത്രി കെ.പി. രാജേന്ദ്രന്റെ പ്രവർത്തനത്തിലുള്ള തൃപ്തിയില്ലായ്മ സിപിഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിഭാഗത്തിന് ഏറെ നാളായുണ്ട്. നിയമന തട്ടിപ്പ് പ്രശ്നം ആളിക്കത്തിയതോടെ രാജേന്ദ്രന്റെ രക്തത്തിന് ഈ വിഭാഗം പാർട്ടിക്കുള്ളിൽ മുറവിളി തുടങ്ങി. ഈ സംഭവങ്ങളുടെ പരിണിത ഫലമാണ് CN ജയദേവന്റെ പ്രതികരണം. എന്നാൽ ഇത് വകവച്ചു കൊടുക്കില്ലെന്ന് തന്നെയാണ് പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി കെ. ഇസ്മയിൽ പറയാതെ പറഞ്ഞത്. അതിനും ഗവൺമെന്റിനും റവന്യൂ വകുപ്പിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിട്ട് എന്താ ബന്ധം? നിയമന തട്ടിപ്പ് നടത്തിയത് റവന്യൂ വകുപ്പാണ്. നിയമന തട്ടിപ്പ് നടത്തിയത് CPI. ആരെങ്കിലും നാലാളിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും CPI ചെയ്തേക്കാനും പോകുന്നില്ല. കെ.പി. രാജേന്ദ്രനെ ഒറ്റപ്പെടുത്തിയാൽ വിമത ശബ്ദങ്ങൾ തങ്ങൾക്കെതിരെയും തിരിയാമെന്നാണ് മറ്റുള്ളവരുടെ മനോഗതം. അതുകൊണ്ട് തന്നെ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാനാണ് സി. ദിവാകരൻ ശ്രമിച്ചത്. അത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം അദ്ദേഹം പാർട്ടി കേന്ദ്രത്തിനോട് പറയട്ടെ, പാർട്ടി സെന്ററിനോട് പറയട്ടെ, ഞങ്ങളതൊക്കെ പരിശോധിക്കാം. ഏതായാലും നിയമപരമായ ഏതെങ്കിലും പാളിച്ചകളോ കെടുകാര്യസ്ഥതയോ നിയമന തട്ടിപ്പ് പ്രശ്നത്തിൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കെ.പി. രാജേന്ദ്രൻ. അതേസമയം കോടതികൾ ഇടപെടുകയോ മറ്റെന്തെങ്കിലും അപ്രതീക്ഷിത സംഭവവികാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്നും അവർ കണക്കുകൂട്ടുന്നു. പാർട്ടിയുടെ പിന്തുണ ഈ സാഹചര്യത്തിലാണ് കെ.പി. രാജേന്ദ്രന് നിർണായകമാവുന്നത്.